ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും തായ്ലൻഡ് വിശേഷങ്ങളുമായി വന്നു. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കുറേയധികം പേര് കണ്ടു. നിങ്ങൾ അതിനകത്ത് നിങ്ങളോട് അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നി. തായ്ലൻഡ് വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ ഞാൻ താമസിക്കാതെ തന്നെ ഇടാമെന്ന് തീരുമാനിച്ചത്. ഇതുകൊണ്ട് തയ്യൽ വീഡിയോ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് വരാം. ഇതൊന്ന് നമുക്ക് ചൂടാറാതെ നിങ്ങളോട് പറയുമ്പോഴല്ലേ നിങ്ങൾക്കത് കേൾക്കാനും എനിക്കത് പറയാനുമുള്ള സന്തോഷം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളോട്, നമ്മൾ ആദ്യമേ ചെന്ന ദിവസം തന്നെ ഞങ്ങൾ ടൈഗർ ഷോയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ടെർമിനൽ 21 എന്ന് പറയുന്ന വലിയൊരു മാള്, ഏഷ്യയിൽ നമ്മുടെ ലുലു മാളൊക്കെ നമുക്കറിയാം, ഏതാണ്ട് അതുപോലെയുള്ള അതിനേക്കാളും വലുതാണോ എന്ന് സംശയമുണ്ട്. വളരെ വലിയൊരു മാളാണ് ടെർമിനൽ 21. എൻ്റെ ഫ്രണ്ടിലൊരു ഇങ്ങനെ ഒരു എയർപ്ലെയിൻ്റെ ലാണ് ടെർമിനൽ 21 എഴുതിയേക്കുന്നത്. നല്ല മനോഹരമാണ്. ഞങ്ങൾ വാങ്ങാനൊന്നുമല്ല, ജസ്റ്റ് കാണാനായിട്ട് അതിൻ്റെ അത് കുറേയൊക്കെ കയറി എക്സ്കലേറ്റർ വഴി കുറച്ച് ദൂരം കയറി ചെന്ന് അപ്പം നടുക്കൂന്ന് ഇങ്ങനെ ഒരു നല്ല ടവർ പോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അലങ്കാരം കൂടുതലുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലും ഒരു 10-40 അടിയോളം ഉയരമുള്ള ഒരു ക്രിസ്മസ് ട്രീ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൂടെ എല്ലാം കയറി ഇറങ്ങുന്നിരുന്നു. ഒരു വസ്തു പോലും മേടിച്ചില്ല, മേടിക്കാൻ പറ്റില്ല. നല്ല വിലയാണ് അവിടെ, പ്രത്യേകിച്ചും മാളുകളിൽ വില കൂടുതലാണ്. ഇവിടെ നല്ല വിലയാണ്. ഞങ്ങൾ ചില തുണിത്തരങ്ങൾ വെറുതെ നമുക്കറിയാവുന്നൊക്കെ നോക്കി എല്ലാത്തിനും നല്ല വിലയാണ്. അപ്പോൾ എല്ലാം കണ്ടു കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഇന്ത്യൻ എന്തോന്ന് എഴുതിയ ഒരു ഹോട്ടലായിരുന്നു. അതിൻ്റെ പേര് മറന്നുപോയി. അവിടെ കയറിയാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. നല്ല സൂപ്പർ ഉച്ചഭക്ഷണമായിരുന്നു. നല്ല സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പൊക്കെ ഉൾപ്പെടെയുള്ള നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നീട് ഞങ്ങൾ നേരെ പട്ടായ ടൗണിൽ തന്നെയുള്ള സിട്രസ് ഗ്രാൻഡ് ഹോട്ടലിലാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ 3 ദിവസം, ആദ്യത്തെ 3 ദിവസം ഒരുക്കിയിരുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ബാങ്കോക്കിലേക്ക് പോയത്. അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോയി ചെന്ന്, നിങ്ങൾക്കറിയാമല്ലോ, അത് ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ളതാണ്. ഒരുപക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് എല്ലാവർക്കും പരിചയമില്ലായിരിക്കും. നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർക്കെല്ലാം അറിയാം. ഞാൻ പറയാൻ കാരണം ഹോട്ടലിൻ്റെ കീ ഉൾപ്പെടെ, കീ എന്ന് പറയുന്ന 2 കാർഡാണ്. ആ കാർഡ് നമ്മൾ ലോക്കിൽ ഇങ്ങനെ കാണിച്ച് ലോക്ക് കതക് തുറന്ന് ഒരു കാർഡ് ഇടാനായിട്ടൊരു പോർട്ടുണ്ട്. ആ പോർട്ടിൽ നമ്മൾ കാർഡ് ഇട്ട് കഴിയുമ്പം ലൈറ്റും AC-യും സർവ്വതും തെളിയും. നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം ഓഫാകും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, 2 കാർഡുണ്ട്. അത് 2 പേര് വീതം. അപ്പം ഞങ്ങൾ 3-ാം നിലയിലായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും, മൂത്ത ചേച്ചിയും ചേട്ടനും, സുജി ടീച്ചറും ഹസ്ബൻഡും, അങ്ങനെ ഞങ്ങൾ 3 റൂം 4-ാം നിലയിലായിരുന്നു. ബാക്കി കുറേ പേര് 3-ൽ, പിന്നെ 5, 6 അങ്ങനെ പല നിലകളിലായിട്ടായിരുന്നു. അപ്പം ഈ സിട്രസ് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് അല്ല, ഒരു 10-15 ബിൽഡിങ്ങുകളുടെ ഒരു സമുച്ചയമാണ് അത്. അതിനിടഭാഗവും അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ നല്ല സ്വിമ്മിംഗ് പൂളും ഒക്കെ വെച്ച് ഒരുക്കിയേക്കുന്നത് ഒന്ന് കാണണം. എത്ര മനോഹരമായി, എത്ര വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നുള്ളത്. ഞാൻ പടം കാണിക്കാം. എന്നിട്ട് പിന്നെ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് നമ്മൾ ഈ റൂമിൽ നിന്ന് 2 പേരും കാർഡ് എടുക്കാതെ പുറത്തിറങ്ങിയാൽ റൂം ഓൾറെഡി ലോക്കാണ്. പിന്നെ നമുക്ക് എങ്ങനെ തുറക്കാൻ പറ്റുമോ? തുറക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു കാർഡ് ഇറങ്ങുന്ന ഒരാളുടെ കൈവശം നമ്മൾ എടുത്തുകൊണ്ട് വേണം പുറത്തിറങ്ങാൻ. നമുക്കിതുപോലെ സുപരിചിതമാണ്, നമ്മളറിയാതെ ഇറങ്ങും. യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം വർത്താനം പറഞ്ഞ് ചേച്ചി പുറത്തോട്ട് ഇറങ്ങി. ചേച്ചി ഞങ്ങളുടെ റൂമിലേക്ക് വന്നപ്പം ചേട്ടനും എന്നെ അടുത്ത് അറിയാതെ പുറത്തിറങ്ങി. പിന്നെ റൂം തുറക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ താഴെ ഇറങ്ങിച്ചെന്ന് അവിടെ ഒരു റിസപ്ഷനുണ്ട്. അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം ഇങ്ങനെ നഷ്ടപ്പെട്ടാലോ, ഇങ്ങനെ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ 100 ബാത്താണ് അവരുടെ പണിഷ്മെൻറ്റ്. 100 ബാത്ത്, 250 നമ്മുടെ 270 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവർ പകരം കാർഡ് തന്ന് തുറക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണ്.
ഞാൻ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, തരണം തന്നെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത് തിരിച്ചുകൊണ്ട് അത് തന്നു. 5 മിനിറ്റിനുള്ളിൽ റിട്ടേൺ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തുറന്നിട്ട് അതുകൊണ്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ പലർക്കും സംഭവിച്ചു. അപ്പോൾ അതൊക്കെ സത്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ആ റൂമുകളിലൊന്നും നമ്മുടെ സ്വിച്ചുകളൊന്നുമില്ല, എല്ലാം ടച്ച് സ്ക്രീനുകളാണ് അതിൻ്റെ അകത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. പോട്ടെ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചതിന് ശേഷം അന്ന് പിന്നെ പോകുന്നത് എന്താ അറിയോ? അൽക്കസർ ഷോ. തായ്ലൻഡിൻ്റെ മാത്രം ഉള്ള ഒരു പ്രധാനപ്പെട്ട ക്യാബററ്റ് ഷോയാണത്. ഡാൻസ് ഷോയാണ്. ക്യാബറ ഡാൻസ് നമ്മൾ പറയല്ലേ. നമ്മൾ ക്യാബറ ഡാൻസ് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക കണ്ണോടുകൂടി സിനിമയിൽ മാത്രം ചിത്രീകരിക്കുന്ന അല്പവേഷം അല്ലേ, അല്പവസ്ത്രം കൊണ്ട് കളിക്കുന്ന കളി. ഇതും വസ്ത്രം ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഇത് ഇവരുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ്, പ്രസിദ്ധമാണ്. പട്ടായയിലെ അൽക്കസർ ഷോ എന്ന് പറയുന്നത് എല്ലാ ദിവസവും തന്നെ വൈകിട്ട് 2-3 ഷോ ഉണ്ട്. 1 മണിക്കൂറോളം നീണ്ട ഷോയാണ്. ആ ഷോ നമ്മൾ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുന്ന പോലെ വലിയൊരു സ്ക്രീനിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ലൈവായിട്ട് ഒരുപാട് സുന്ദരികൾ, കുറേ പുരുഷന്മാരുമുണ്ട് ചേർന്നുള്ള ഒരു വലിയ ഷോ. ഞാൻ ആ ഷോ കുറച്ച് ഞാൻ എടുത്തുള്ളൂ. ഇത് കാരണം അകലെ ഇരുന്ന് കാണുമ്പോൾ നിങ്ങളെ അടുത്ത് കാണിക്കാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ഉള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷമാണ് ഇതിൻ്റെ ലാസ്റ്റ് ത്രില്ല്. Flashlight camera and cell phone are prohibited during the show. Thank you. Sawadee Kop and welcome to the world-famous Alcazar Cabaret, celebrating over 20 years of spectacular.
അൽക്കസർ ഷോയൊക്കെ കണ്ടിഷ്ടപ്പെട്ടോ? സൂപ്പർ സുരസുന്ദരികളെ, അല്പം മാത്രം വസ്ത്രധാരികളായ സുന്ദരി തരുണീ മണികളുടെ അല്ലേ, എന്തോ ഒരു കളികളാ. ഹോ 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 ഹോ. എന്നാലേ ഇവരാരാന്നറിയാമോ? ഇവരെല്ലാം ട്രാൻസ്ജെൻഡേഴ്സാണ്. ഞങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്താണല്ലോ. അയ്യോ, ഇതിനെ നമ്മൾ ആ രൂപത്തിൽ കാണില്ല. ഇത് അവരുടെ കൾച്ചറൽ ഷോയാണ്. ഇനി അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയത് തൊട്ട് അവിടെ അടുത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിൽ ഇങ്ങനെ എല്ലാം ഫുഡും എല്ലാം ഉണ്ട്. അതൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നപ്പം ഇത് കണ്ടോ, അനാറ്, നമ്മുടെ പൊമിഗ്രാനൈറ്റ്, ഇതിങ്ങനെ മാതള നാരങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക. നല്ല തേങ്ങയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. മാതള നാരങ്ങയുടെ കുരുവൊക്കെ കണ്ടോ, ബ്രൗൺ കളറിൽ. ഇതേണ്ട ഇഷ്ടം പോലെ നമ്മുടെ നോൺ വെജ് ഫുഡുകൾ ഇഷ്ടം പോലെ കണ്ടോ. പല സൈസ് ചിക്കൻ്റെയും അതും ഇതും എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെയൊക്കെ ഇവിടുന്ന് പോകുന്ന പിള്ളേർ സെറ്റൊക്കെ ഇത് രുചി നോക്കും. ഇത് സോസൊക്കെ ഒഴിച്ച് നല്ല ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, എനിക്കിതിൻ്റെ ഒന്നും പേര് പറയാനൊന്നും അറിയത്തില്ല. ഇതിൻ്റെ തുക എത്ര ബാത്തെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. നല്ല ഈ ചിക്കൻ ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിക്കൻ്റെ പീസ്. ഇത് എന്നറിയോ, വാരിയല്ല, ഇതാ നമ്മുടെ പോർക്കിൻ്റെ വാരിയല്ല കണ്ടോ. ഇത് പ്രത്യേക രീതിയിൽ ഇതിനെ എങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, നല്ലതായിട്ട് സോസൊക്കെ ചേർത്ത് കണ്ടോ. പക്ഷെ ഇവിടെ ഒരു സ്മെല്ലുണ്ട്. ഇതിനെല്ലാം ഇങ്ങനെ എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്തിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമാണ്. നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇച്ചിരി പ്രായമുള്ളവർക്ക്, പിള്ളേർ സെറ്റൊന്നും കുഴപ്പമില്ലായിരിക്കും. ചേച്ചിമാർ അടുത്തോട്ട് പോലും വന്നില്ല, മണം വന്നിട്ട്. ഞാൻ പിന്നെ എല്ലാം കാണട്ടെന്ന് പറഞ്ഞ് പോയി, എല്ലാം കണ്ടു കണ്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, അടുത്ത സെക്ഷൻ എന്നാ ഇരിക്കുന്നത്, കൊഞ്ച് അല്ലേ, പച്ച കളറിലും പച്ച ബേക്ക് ചെയ്യാത്തതും ബേക്ക് ചെയ്തതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ മീസും ഇതൊക്കെ കൂടാൻ തോന്നുന്നു. അങ്ങനെ ഇഷ്ടം പോലെ വസ്തുവകകൾ കാണണേ. നിങ്ങൾ ഓടിച്ചു വിടരുത്, ഇത് കണ്ട് മനസ്സിലാക്കണം. മറ്റൊരു രാജ്യത്തിൻ്റെ സംസ്കാരം, അവരുടെ ഭക്ഷണ രീതികൾ, അവിടെ ചെല്ലുന്നവർക്കൊക്കെ കൊടുക്കുന്ന വസ്തുക്കളായിരിക്കും. ഇതൊക്കെ നല്ല ചിക്കൻ്റെ നല്ല പീസാണ്. ഇതൊക്കെ നല്ല രുചിയുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടോ, പോർക്കിൻ്റെ റിബ്ബ്. ഇതാ ഞാൻ മുമ്പ് പറഞ്ഞ പോർക്ക് റിബ്ബ് ഇവിടെ വലിയ ഫേമസ്, എല്ലായിടത്തും കാണാം. ഇതിങ്ങനെ വെച്ചേക്കുന്നത് ഇവിടെ ചെല്ലുമ്പോഴും സ്ട്രീറ്റിൽ ഇത് കാണാം. ഇത് വാങ്ങി കഴിക്കുന്നവരുണ്ട് കണ്ടോ, നല്ല രീതിയിൽ വെച്ചേക്കുന്നത് കണ്ടോ. ഇനി അടുത്ത സെക്ഷന് നിങ്ങളെ കാണിക്കാവേ. കണ്ടോ, എല്ലാം നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയുണ്ട്, നമ്മുടെ തായ്ലൻഡിൻ്റെ സ്പെഷ്യൽ സൂത്രം ഇരുന്ന് കറങ്ങുന്ന കണ്ടോ, മുതല. എങ്ങനെയുണ്ട് കറക്കം, മുതലയിറച്ചി. ഇത് കണ്ട് ഞാൻ കഴിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കുന്ന കാരണം ഇതിനൊരു സ്മെല്ല് നമുക്ക് വരും. അതുകൊണ്ടാണ്. ഇതൊന്നും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് കണ്ടോ, എടുത്തിട്ട് പ്രത്യേകം ഗ്രില്ല് ചെയ്യുക. നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഞാൻ ഈ വക ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ഓർക്കുക, ഒരു കുഞ്ഞു പീസൊന്ന് വായി വെച്ച് നോക്കിയിരുന്നെങ്കിൽ. പിന്നെ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സും അങ്ങനെയുള്ള എല്ലാം, പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ സ്വന്തം ഫ്രൂട്ട്സാണ്, എല്ലാം നല്ലതാണ്. നമ്മുടേതിനേക്കാളും ടേസ്റ്റി ഫ്രൂട്ട്സാണ് ഇവരുടെ, അതൊന്നും വരുന്നില്ല. ഇനി അടുത്ത വിഭവങ്ങൾ നോക്കിക്കേ. ഇത് കണ്ടോ, ഇത് ഒക്കെ നമ്മുടെ പ്രോൺസ് ബേക്ക് ചെയ്തതും കുക്ക് ചെയ്യാത്തതും എല്ലാം ഉണ്ട് കണ്ടോ. ഇരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ എടുത്തു കൊടുത്താൽ അവർ പറയുന്ന പോലെ ഗ്രില്ല് ചെയ്തോ എന്തോ ഒക്കെ തരും. അങ്ങനെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടോ. ഓരോന്ന് അവർ ഗ്രില്ല് ചെയ്യുന്നത് കണ്ടോ. ഇതൊരു തുറസായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കിരുന്ന ആൾക്കാർക്കെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതാണ് നിങ്ങൾ കാണേണ്ട മറ്റൊരു ഐറ്റം. ഇതെന്നാ കാണാവയോ, കൂന്തലോ, എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. എനിക്ക് ഈ സീ ഫുഡിനെ കുറിച്ച് തീർത്ത് കുറച്ചേ അറിയത്തുള്ളൂ.
ഇതെല്ലാം പച്ചയല്ലേ, ഇതിനെല്ലാം കുത്തി വെച്ചേക്കുക. അവർ നമ്മൾ എടുത്ത് കൊടുക്കുമ്പം അവർ ബേക്ക് ചെയ്ത് തരും, അങ്ങനെ ആയിരിക്കും. അവർ കുക്ക് ചെയ്ത് തരും, അങ്ങനെ ആയിരിക്കും. ഇത് കുക്ക്ഡാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ടോ, 200 ബാത്ത അത്ര എണ്ണത്തിന് വലിയ പ്രോൺസ് ആയിരിക്കുന്നു. ഇതെങ്ങനെയുണ്ട് സൂക്ഷിച്ച് നോക്കണം. തായ്ലൻഡിൻ്റെ സ്പെഷ്യൽ ഡിഷ്. ഒരു ചെറിയ കപ്പെടുത്തു ഇട്ട് കോരിയിട്ട് തരാം. ഞാൻ കണ്ണടച്ചോണ്ടാണ് പറയുന്നത്. അയ്യടാ എങ്ങനെയുണ്ട്, ഓടിച്ചു വിടല്ല ആരുവേ. നോക്കിക്കോ ഓരോരുത്തന്മാരിയ്ക്കുന്നത്. ഇതെങ്ങനെയുണ്ട്, കരിന്തേള്. അതിനാണ് സാധാരണ തെളിനേക്കാൾ കൂടുതൽ തുക അതിനാണെന്ന്. കണ്ടോ കിടക്കുന്ന കിടപ്പ് പൊരിഞ്ഞ്, കണ്ടോ സൂക്ഷിച്ച് നോക്കിക്കേ. ഇതെൻ്റെ തവളക്കുഞ്ഞ്, എൻ്റെ പൂച്ച പിടിച്ചുകൊണ്ട് വരുന്ന തവളയെ പോലെ ഇരിക്കുന്ന. അതിനെ തവളയെ പോലല്ല, തവളയെ റോസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് കണ്ടോ. തമാശയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇരുന്ന് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. തായ് ഫുഡെന്ന് ഞാനിങ്ങനെ പോയി വന്നപ്പോഴേ മക്കൾ ചോദിച്ചത്, അമ്മേ തായ് ഫുഡൊക്കെ അമ്മ കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല അമ്മേ, അതൊക്കെ അല്ലേ കഴിച്ച് നോക്കേണ്ടതാ. ഇതാ ഞാൻ മുമ്പ് പറഞ്ഞ ഏതാ മുതലയുടെ തല വെച്ചേക്കുന്നത് കണ്ടോ. കണ്ടോ, ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന. അങ്ങനെ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. പിറ്റേന്ന് പ്രഭാതത്തിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അതൊന്ന് കാണിച്ച് ഞാൻ ഈ പ്രാവശ്യം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചേക്കാം. നമ്മളിതെല്ലാം ഒന്ന് പരിചയപ്പെടണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചത്. കണ്ടോ, പല സൈസിലുള്ള ചോറുകളുണ്ട്, പല തരത്തിലുള്ള ചോറുകളുണ്ട്. ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാൻ മതി. ബ്രെഡ് ടോസ്റ്റ്, സൂപ്പർ തൈര് സാദം. എനിക്ക് ഇതിൻ്റെയൊന്നും പേര് പറയാനറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതറിയാം തൈര് സാദമാണ്. ഇത് ഞാൻ ഇച്ചിരി എടുത്ത് ടേസ്റ്റ് നോക്കി. നല്ല റൈസ് വേണമെങ്കിൽ റൈസ്. ഇത് നമ്മുടെ സാദാ അറിയുന്നില്ല, നിങ്ങളിതൊക്കെ പറഞ്ഞു. ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണേലും ഇത് ചിക്കൻ തോരൻ അടിപൊളി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ വിടുവാണ്. ഇതിങ്ങനെ കുറേ ഡിഷസ്. ഇത് ടൊമാറ്റോ ഫ്രൈ ചെയ്തതാണ്. ഇനി ഇത് കഴിഞ്ഞ് ഡ്രിങ്ക്സ് ഐറ്റം ഉണ്ട്. ഇത് മാത്രമല്ല കുടിക്കാൻ, ഇത് തണുത്ത പാല്, നല്ല തിക്ക് പാല്, ഇതെല്ലാം നല്ല ജ്യൂസുകൾ. പിന്നെ ഇത് കണ്ടോ, ഇത് ഈ കഴിപ്പൊക്കെ കഴിഞ്ഞ് വേണ്ടവർക്ക് ഇത് ഞാൻ എല്ലാ ദിവസവും ട്രൈ ചെയ്യുമായിരുന്നു. നല്ല വെജിറ്റബിൾസ്, എന്നാ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണെന്നറിയാമോ. ഞാൻ എല്ലാം കഴിക്കുമായിരുന്നു. ഇത് നോക്കി നല്ല ഒന്നാം തരം. എങ്ങനെയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിള്, വാട്ടർമെലന്, ഇതൊക്കെ നല്ല മധുരമാണ്, നല്ലതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഒത്തിരിയായി പോയോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരിയായി പോയാൽ നിങ്ങൾക്ക് മടുക്കുമെന്നറിയാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് കൃത്യമായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ഒരു ലൈക്കൊക്കെ തരാൻ മറക്കരുത്. അടുത്ത വിശേഷങ്ങളുമായി ഉടനെ വരാം. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ.